ബിഗ് ബോസ് സീസൺ 7 ഇതിനു മുമ്പുള്ള സീസണെ അപേക്ഷിച്ച് വലിയ സംഭവമൊന്നുമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്ര അടിപൊളി കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സീസണെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കാൻ പാകത്തിന് ഒരു പേര് പറയാൻ പറഞ്ഞാൽ ആരുടെയും പേര് പറയാനില്ല. തുടക്കമൊക്കെ ഏറ്റവും നല്ല പോലെ ഒരു പേരെടുത്ത അല്ലെങ്കിൽ കുറച്ചധികം ഡയലോഗുകൾ കൊണ്ട് ഈ ഒരു സീസണെ ഒന്ന് പുറത്ത് അറിയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷ് മാത്രമായിരുന്നു. അനീഷിന്റെ കുറച്ചധികം കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു സീസൺ അറിയപ്പെട്ടു. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സീസണിന് പേര് കിട്ടിയത് രേണുസുതി കാരണമാണ്. കാരണം രേണുസുതി ഓൾറെഡി രേണുസുതിയായിട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ബിഗ് ബോസിന് കിട്ടി. പക്ഷേ ഒരു രക്ഷയില്ല, രേണുസുതി ഒരു ആക്റ്റീവും അല്ലാതെ തന്നെ അത് എവിക്റ്റായി അല്ലെങ്കിൽ വാക്കൗട്ടായി പോയി എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു സീസണിൽ ആരാണ് ടോപ്പ് 5 എത്താനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായിട്ടുള്ള ഒരേ ഒരു പേര് എന്ന് പറയുന്നത് അനുമോളാണ്. അപ്പം ആ അനുമോൾക്ക് ഒരു വിന്നർ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കാം. അതിന് മുന്നേ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നൂറയെ കുറിച്ച് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ സീസണിലെ ടോപ്പ് 5 ടിക്കറ്റ് ഫിനാലെ ത്രൂ എത്തിയിട്ടുള്ള നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നൂറ എന്ന് പറയുന്നത്. ശരിക്കും നൂറ ആദില എന്ന ലെസ്ബിയൻ കപ്പിൾസ് ഇതിലേക്ക് വരുന്നത് ഒറ്റ മത്സരാർത്ഥി 2 പേർ ഒന്നിച്ചാണ് വരുന്നത്. എങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് 2 പേരെയും രണ്ടാക്കി. പക്ഷേ ആ ഒരു ഒന്നിച്ച് വന്നപ്പോൾ പോലും നമുക്ക് ആദ്യം അങ്ങനെ ഒരു നൂറ ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് കാണിച്ച് മാത്രമേ നിൽക്കൂ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിന്നി ഇടയ്ക്ക് പറഞ്ഞതുപോലെ നൂറയ്ക്കൊക്കെ ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നൂറയ്ക്കൊക്കെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്പ്ലിറ്റ് ആയതിനു ശേഷം 2 പേരും ഏറ്റവും കൂടുതൽ ഭയന്നത് നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആവും, നമുക്ക് പുറത്തധികം വോട്ടൊന്നും ആരും തരാൻ സാധ്യതയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മത്സരിച്ചേ പറ്റൂ, കുറച്ചൊക്കെ ആക്റ്റീവായേ പറ്റൂ. അങ്ങനെ നൂറയ്ക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നൂറയ്ക്ക് ഓപ്പോസിറ്റ് അന്ന് റെനാ ഫാത്തിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെനാ ഫാത്തിമയ്ക്ക് കണക്കിന് കൊടുത്ത് ഭയങ്കര ഒരു അടിപൊളി ഒരു ആവേശത്തില് എല്ലാവരും നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം റെനാ ഫാത്തിമ ആ സമയത്ത് അങ്ങേയറ്റം കട്ട നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ റെനയെ ഹേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ നൂറയ്ക്ക് ആ സപ്പോർട്ട് അത്രയും കിട്ടി. അന്ന് തൊട്ട് നൂറ പിന്നെ ആക്റ്റീവാണ്. പക്ഷെ എല്ലായിടത്തും പെട്ടെന്ന് കയറി ആക്റ്റീവ് ആകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പകരം ആവശ്യമുള്ളിടത്ത് വഴക്കുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനം സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്യുമെന്ന് പറയേണ്ട അവസ്ഥയുണ്ട്. അതിനുശേഷം അങ്ങനെ അത്ര മോശം വാക്കുകളിലേക്കൊന്നും പോകാതെ തന്നെ നൂറ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. എസ്പെഷ്യലി ഈ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് നൂറ അങ്ങേയറ്റം സഹിച്ചു പിടിച്ചു നിൽക്കുന്ന എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു കൂടുതൽ കടിച്ചു പിടിച്ചു നിൽക്കുന്ന ആ ഒരു നൂറയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റും എല്ലാം ഉള്ള ആര്യനെ തോൽപ്പിച്ച് സത്യം പറഞ്ഞ നൂറ മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ നൂറ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഏറ്റവും നല്ല 2 വ്യക്തികൾ എന്ന് പറയുന്നത്, 2 പേരെ ഒന്നിച്ച് വേണമെങ്കിൽ പറയാം, അത് അനുമോളും അനീഷുമാണ്. ഇവർ 2 പേരും, ഒന്ന് അനീഷ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരാണ്. അതായത് കോമണർ എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആ ഒരു ടാഗിൽ നിന്നുകൊണ്ട് കുറെ അധികം ബിഗ് ബോസ് കാണുന്ന, പ്രത്യേകിച്ച് വലിയ ഒരു എന്താ പറയാ വലിയ ചർച്ചകൾക്കൊന്നും പോകാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് നേടിയെടുക്കാൻ കോമണർ എന്ന ടാഗിൽ നിന്നുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും 100% ആ ഒരു കോമണർ എന്നുള്ളതിന് നീതി പുലർത്തിക്കൊണ്ട് നേടിയെടുത്ത കുറച്ച് ഫാൻസ് ഉണ്ട് അനീഷിന്. അല്ലാതെ അനീഷ് PR മാത്രം കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ അനീഷ് PR ബിയോണ്ട് ദ PR അനീഷ് ഒരുപാട് പേരുടെ ഉള്ളിൽ ഇടം നേടി ആ ഒരു കോമണറിനോടെന്നുള്ള ആ ഒരു വാക്കിനോടുള്ള നീതി പുലർത്തിയപ്പോൾ സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള അനുമോളുടെ ആ ഒരു 10-11 വർഷത്തെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിച്ചു. അനുമോൾക്കും PR ഒന്നും ഇല്ലെങ്കിലും കയറി വരാൻ പറ്റും. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു PR ഈ ഒരു സീസണിൽ അനുമോൾക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അനുമോൾക്ക് PR-നേക്കാൾ കൂടുതൽ ഫാൻസ് പ്രേക്ഷകരുടെ ഇടയിൽ ഇടം നേടാൻ, മലയാളി പ്രേക്ഷകരുടെ പൾസ് അറിയാൻ സത്യത്തിൽ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്ത് ഗെയിം സ്ട്രാറ്റജീസ് ആണെങ്കിലും, എത്രയധികം ഹേറ്റേഴ്സ് ഉണ്ട് എങ്കിലും, ഒരു സാധാരണ എല്ലാ ബിഗ് ബോസ് മലയാളം സീസണുകളിലും ഏതെങ്കിലും ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു ലേഡി
ഭയങ്കരമായിട്ട് ബുള്ളിങ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിൽ പോകേണ്ടിയിരുന്ന അനുമോളുടെ ക്യാരക്ടർ കൊണ്ട്, അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒതുക്കം കൊണ്ട് തന്നെ ആ ഒരു തരത്തിലേക്ക് ചീത്തവിളികളിലേക്കോ അല്ലെങ്കിൽ മോശം സ്വഭാവം എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ഇടയിലേക്ക് പോസിറ്റീവായിട്ടുള്ള ആ ഒരു പ്രേക്ഷകരുടെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സിലേക്ക് എത്താൻ, അതൊരു ജെനുവിൻ പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ അനുമോൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നൂറ, അനീഷ്, അനുമോള് അല്ലെങ്കിൽ അനുമോൾ അനീഷ്, ഇവര് 3 പേരും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബിഗ് ബോസിലെ ടോപ്പ് 3 ഉറപ്പിക്കാം. പക്ഷേ പിന്നെ ഉള്ളവരിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ആര്യൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ അത്രയും നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ടാസ്ക് ചെയ്യുന്നതിനകത്താണെങ്കിലും ബിഗ് ബോസിൽ പല അധികം ചർച്ചകളിൽ ആര്യൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു നല്ല ഗെയിമർ ആയിരുന്നു ആര്യൻ. പക്ഷേ ഔട്ട് ആയിട്ടില്ല എങ്കിൽ, അതായത് ഇപ്പം എവിക്റ്റ് ആയി എന്ന് ഓൾറെഡി പറയുന്നുണ്ട്, എവിക്റ്റ് ആയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ടോപ്പ് 5ലേക്ക് ആര്യൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് നമുക്കൊക്കെ അറിയാം, ഷാനവാസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഷാനവാസിന്റെ പേര് ഞാൻ പറഞ്ഞേനെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ടാസ്കുകളിലൊക്കെ ഒരുപാട് വിട്ടു നിന്നു എങ്കിലും ക്യാരക്ടർ വൈസ് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ആദിലയുടെ കേസ് പറയുകയാണെങ്കിൽ ക്യാരക്ടറായിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് എങ്കിൽ കൂടിയും ടാസ്കുകളിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് കണ്ടിട്ടുണ്ട്. പിന്നെ അക്ബറിന്റെ കേസ്, അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം ആ ഒരു ഗ്രൂപ്പ് കളി കൊണ്ടുവന്ന് അക്ബർ അപ്പാനി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് വന്നു. പക്ഷെ ഗ്രൂപ്പ് കൊണ്ട് മാത്രം അങ്ങേയറ്റം മോശമായി പോയി എന്ന് പറയിപ്പിച്ച ഒരു വ്യക്തിയാണ് അക്ബർ. എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് കളിയൊന്നും ഇല്ലാതെ തുടക്കം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ടാസ്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആ ഒരു വഴക്കുകളായിക്കോട്ടെ, ഇപ്പം ഏറ്റവും കൂടുതൽ അക്ബറിന് കിട്ടുന്ന വഴക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൃത്തിയില്ല എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഈ സെയിം കാര്യത്തിന് തിരിച്ചു കൊടുക്കാൻ, അത് മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാൻ അക്ബറിന് സാധിച്ചിരുന്നുവെങ്കിൽ അക്ബറിനെ പറയാം. സോ ആദ്യത്തെ 3 പേരെ നിസ്സംശയം പറയുന്നു എങ്കിലും അടുത്ത 2 പേരിൽ ആര്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആര്യനെ ഉറപ്പായിട്ടും പറയാമായിരുന്നു. അതല്ലാത്ത പക്ഷം അക്ബറിനെയും അതുപോലെ തന്നെ ആദില, ആക്ച്വലി ആദില അത്ര ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. പിന്നെ പറയാൻ നമുക്ക് സാബുമാൻ മാത്രമേ ഉള്ളൂ. നെവിനെ ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ നെവിൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഒരുപാട് ലെയർ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ പുറത്ത് എന്താണെങ്കിലും കുഴപ്പമില്ല, തനിക്ക് ഈ ഒരു ഫേമസിലേക്ക് എത്തിയാൽ മതി, തനിക്ക് എത്ര നെഗറ്റീവ് കേട്ടാലും താൻ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരാൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ടോപ്പ് 5 വരണം എന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഇങ്ങനൊരു വ്യക്തി സത്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ നമുക്ക് മഞ്ഞപത്രങ്ങളുടെയൊക്കെ ഒരു അതിപ്രസരമുള്ള ഒരു സമൂഹമാണ് നമുക്ക്. അപ്പം നെഗറ്റീവ് മാത്രം കിട്ടി അത് വെച്ച് വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്നൊരു കഴിവാണ്. പക്ഷേ ആ ഒരു കഴിവിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയം ഉണ്ടായതുകൊണ്ട് എന്റെ പേര് ഞാൻ പറയുന്നില്ല. സോ ആര്യൻ, അക്ബർ, അല്ലെങ്കിൽ ആര്യൻ എവിക്റ്റ് ആവുകയാണെങ്കിൽ അക്ബർ, ആദില അല്ലെങ്കിൽ സാബുമാനെക്കാട്ടി എന്തുകൊണ്ടും ആദില തന്നെയാണ് അടിപൊളി എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഏതായാലും ആദ്യത്തെ 3 പേരെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി 2 പേർ ആര്യൻ ഉണ്ട് എങ്കിൽ ആര്യനെ തന്നെ ഞാൻ പറയും. പിന്നെ ഒരാൾ, അത് ഈ പറയുന്ന കണക്ക് അക്ബർ അല്ലെങ്കിൽ ആദില, ആ ഒരു തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ നെവിനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. നെവിനെ ഞാൻ പറഞ്ഞിരുന്നേനെ ഈ ഒരു ആഴ്ച നെവിൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ എന്താ പറയാ, അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്ന് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് നെവിനെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിയിൽ നമ്മൾ എത്ര ഒരു എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു ബിഹേവിയർ കാണുകയാണെങ്കിൽ, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊക്കെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് ആളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ടും നെഗറ്റീവ് ആക്കുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അഡീഷണലി തന്നെ അനുമോൾ ഒരു വിന്നർ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പ്രേക്ഷകരുടെ ഇടയിൽ അങ്ങേയറ്റം ഒരു എന്താ പറയാ, ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. നല്ല കോൺഫിഡന്റ് ആയിട്ട് പുള്ളിക്കാരി എല്ലാ വിഷയത്തിലും അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങേയറ്റം നെഗറ്റീവ് ആകാൻ അവിടെ ഒന്നും തന്നെ അനുമോൾ കാണിക്കുന്നില്ല. അനുമോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അനുമോൾ പറയുന്ന കുറേ കാര്യങ്ങൾ അത് ചിലപ്പോൾ ചൈൽഡിഷ് ആയിരിക്കാം, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം. ഇത് വളരെ നിസ്സാര കാര്യമാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അനുമോൾ പറയുന്ന ആ ഒരു കാര്യത്തെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അനുമോൾ അറിയാതെ അനുമോൾ ഹിറ്റായി മാറിയതാണ്.
പറയുന്നതാണ് ബിഗ് ബോസ് ഹൗസിനകത്ത്. നെഗറ്റീവ് ആയാലും അത് അനുമോള് പോലും ഡിസേർവ് ചെയ്യാതെ തന്നെ കയറി വന്ന ഒരു ഗ്രാഫാണ്. അത്രയധികം അനുമോളെ നെഗറ്റീവ് ആക്കാൻ അകത്ത് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് ഒരുവിധം എല്ലാവർക്കും പോസിറ്റീവായിട്ട് മാറി. പക്ഷേ ടാസ്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 100% കൊടുക്കാനോ അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തിക്കാനോ അനുമോൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അനുമോളുടെ ബിഗ് ബോസിന്റെ ഒരു വിന്നർ മെറ്റീരിയൽ ഒന്നുമല്ല. പക്ഷെ വിൻ ചെയ്താൽ അത് ഈ പറയുന്ന ബിഗ് ബോസിലെ കോ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളുടെ ഒരു കഴിവുകേട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ അത്ര അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് ഒരു വിൻ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അനുമോൾ വിൻ ചെയ്തത് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകരുടെ ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ PR അല്ലെങ്കിൽ അനുമോളുടെ ഒരു സദാചാര ഫേസ് അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ ഫേസ് ഉണ്ട് അനുമോൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാ പ്രേക്ഷകരുടെ ഇടയിലും ഏറ്റവും കൂടുതൽ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ട്, ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് അനുമോളുടെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സീസൺ അറിയപ്പെടുന്നത് ഉറപ്പായിട്ടും അനുമോളുടെയൊക്കെ പേരിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അനീഷിന്റെ പേരും ഇതേപോലെ. അനുമോൾ അനീഷ് എന്ന് പറയുന്നത് ഒരേ ലെവലിൽ ഒരേ ഗ്രാഫ് അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 പേരാണ്. സോ ഉറപ്പായിട്ടുള്ള 2 വ്യക്തികൾ എന്ന് പറയുന്നത് അനീഷും അനുമോളും തന്നെ. ദെൻ നൂറ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോപ്പ് 5 നിങ്ങൾ ആരെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ അനുമോൾ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴല്ലാതെ ഒരു ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ ആണോ? ടാസ്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജനുവലി പറയാൻ തോന്നുന്നത്? സോ അതുകൊണ്ട് തന്നെ കമന്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈമാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.